നമസ്കാരം. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് പെൻഡാഡ് ഡെയിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി മൈനസിലാണ് ക്ലോസ് ചെയ്തത്. 25,405 ലെവലിലാണ്. 48 പോയിന്റോളമാണ് നിഫ്റ്റിക്ക് നഷ്ടമായത്. സെൻസെക്സ് 83,259 പോയിന്റ്, 170 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. പെർസെന്റേജ് വൈസ് 0.2% ആണ് നിഫ്റ്റിക്കും സെൻസെക്സിനും നഷ്ടപ്പെട്ടത്. സെൻസെക്സ് ഒരു അവസരത്തിൽ 650 പോയിന്റ് കയറിയതിനു ശേഷമാണ് താഴേക്ക് വന്നത്. നിഫ്റ്റി 25,587 വരെ കയറിയതിനു ശേഷമാണ് താഴേക്ക് വന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ US ട്രേഡ് ഡീല് നടക്കുന്നതിനെ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള പല ഔട്ട്കമും വന്നിരുന്നു. പക്ഷേ പോസിറ്റീവായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യമായ മറുപടി പറയുന്നില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ വിയറ്റ്നാമുമായിട്ട് US ട്രേഡ് ഡീല് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ ഫേവറബിൾ ആണ് US-നാണ്. അപ്പോൾ അത്തരത്തിലൊരു സമ്മർദ്ദം ഇന്ത്യക്ക് മേലുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് കൂടുതലും ഒരു കോഷ്യസ് ആയിട്ട് നീങ്ങുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൂടാതെ തന്നെ ഇന്ന് US-ഉം ഇന്ത്യയും തമ്മിലായിട്ട് 10 വർഷത്തെ പ്രതിരോധ കരാർ ഒപ്പുവെക്കും എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. ഇത് പ്രതിരോധ ഓഹരികളെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇന്ന് വന്നിരുന്ന സർവീസ് PMI ഡേറ്റയാണ്. 10 വർഷത്തെ ഹൈ ആണ് ഇന്ന് സർവീസ് PMI വന്നത്. പോസിറ്റീവ് ന്യൂസുകൾ പലതും ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റി ആവാം. അത് ഒരുപക്ഷെ ഇന്ത്യക്ക് ഫേവറബിൾ ആയില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്ത വിപണിയെ വീണ്ടും നെഗറ്റീവിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മെറ്റൽ, റിയാലിറ്റി, PSU, ബാങ്ക്, ടെലികോം ഒക്കെ ഡൗൺ ആയപ്പോൾ ഫാർമ, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾ ഒക്കെ പോസിറ്റീവായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്നിനി US-ൽ നിന്നുള്ള ജോബ് റിപ്പോർട്ട് വരാനുണ്ട്. ഇന്നലെ വന്ന റിപ്പോർട്ട് അത്ര പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടല്ല ഇന്നലെ വന്നത്. അപ്പോൾ ഇന്ന് വരുന്ന റിപ്പോർട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ട്രേഡ് നടക്കുന്നത്. US ഫ്യൂച്ചേഴ്സും പോസിറ്റീവായിട്ടാണ് ട്രേഡ് നടക്കുന്നത്. അമേരിക്കയിലെ ചില ഇൻഡെക്സുകൾക്ക് ഓൾ ടൈം ഹൈയിലാണ് ട്രേഡിങ് നടക്കുന്നത്. അപ്പോൾ ഈ ട്രേഡ് ഡീലിനെ പറ്റി ഏതെങ്കിലും പോസിറ്റീവ് വാർത്ത വന്നാൽ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ന്യൂസ് വന്നാൽ അത് നാളെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.